എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഇനി ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. സർക്കാരുമായി ബന്ധപ്പെടുത്തിയുള്ള സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന നിയമ പിൻബലത്തോടു കൂടിയ ആധികാരികപരമായിട്ടുള്ള രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി കാർഡ്. എന്നാൽ അത് നിയമ പ്രാബല്യമുള്ള രേഖയല്ല. നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള പലതവണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാർഡ് വരുന്നതോടുകൂടി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നതാണ്. നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് പ്രധാനമായിട്ടും നിയമ വകുപ്പുമായിട്ട് കൂടിയാലോചിച്ച് മന്ത്രിസഭയുടെ പരിഗണനയൊക്കെ സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തഹസീൽദാർക്കാണ് കാർഡ് വിതരണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിന്റെ അർഹതാ മാനദണ്ഡം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ജനിച്ചു വളർന്ന മാതാപിതാക്കളുടെ മക്കൾക്കും മാതാപിതാക്കളിൽ ഒരാൾ കേരളീയനായവർക്കും ഈ കാർഡ് ലഭിക്കുന്നതാണ്. കേരളത്തിന് പുറത്ത് ജനിച്ചവരാണ് എങ്കിലും മാതാപിതാക്കളിൽ ഒരാൾ കേരളീയനാണ് എങ്കിൽ പോലും അവർക്കും ഈ ഒരു കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മറ്റ് പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ ഫോട്ടോ പതിപ്പിച്ച കാർഡിൽ ഭാവിയിൽ ചിപ്പും ഹോളോഗ്രാമും ഉൾപ്പെടുത്തുവാൻ പദ്ധതിയുണ്ട്. ഇതൊരു ഡിജിറ്റൽ രേഖയായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.